ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിൻ്റെ പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സുകന്യ ആകെ നാണം കെട്ടിട്ടുണ്ട് ഇന്നത്തെ എപ്പിസോഡിൽ കേട്ടോ. കാര്യം കോലം വരയ്ക്കാനൊക്കെ എനിക്കറിയാം, ഞാൻ വല്ല ഡ്രോയിങ് ഒക്കെ ചെയ്യുന്ന ആളാണ്, കലാപരമായിട്ടുള്ള കഴിവുള്ള ആളാണ് എന്നൊക്കെ വലിയ എല്ലാവരുടെ മുന്നിൽ വീമ്പിളക്കി. അങ്ങനെ ദേവി തന്നെ നിർബന്ധിച്ച് കോലം വരയ്ക്കാനായിട്ട് സുകന്യയോട് നിർബന്ധിക്കുകയാണ് കേട്ടോ. കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ നോക്കിയെങ്കിലും ദേവി മീനാക്ഷി ഒന്നും വിട്ടുകൊടുക്കുന്നില്ല. എന്തായാലും കഴിവ് ഞങ്ങളൂടെ ഒന്ന് കാണട്ടെ എന്ന് പറയാം. അങ്ങനെ കോലം വരയ്ക്കാതിരിക്കുമ്പോൾ അറിഞ്ഞൂടാ അതെങ്ങനെ വരയ്ക്കാനാ, അതൊരു വല്ലാത്ത കോലം തന്നെ ആയിപ്പോയി. ഇത് കണ്ടുകൊണ്ട് ധർമ്മൻ വന്ന് ശരിക്കും കളിയാക്കണം കേട്ടോ. അതും കൂടെ ആയപ്പോൾ സുകന്യയ്ക്ക് നല്ല ദേഷ്യമായി. എല്ലാവരും കളിയാക്കി ചിരിച്ചു. ഈ ദേഷ്യം കൊണ്ട് നേരെ രാജശ്രീയുടെ അടുത്ത് പോയി കാര്യങ്ങൾ പറയുമ്പോൾ രാജശ്രീ പറയുന്നുണ്ട്, നീ ഇതൊന്നും വിട്ടുകൊടുക്കരുത്, പിന്നെ അവരോടൊന്നും ദേഷ്യം കാണിച്ചിട്ടൊന്നും കാര്യമില്ല. ഇപ്പോൾ അവിടെ ആ 3 പേരും ഒറ്റക്കെട്ടാണ്, മീനാക്ഷിയും മിത്രയും ദേവിയും. ആ ഒരു ബോണ്ട് നീ അങ്ങോട്ട് പൊളിക്കണം, അവർ തമ്മിൽ അടിക്കണം, ആ രീതി ആക്കണം. അതെങ്ങനെ നടക്കും? പെട്ടെന്നൊന്നും നടക്കില്ല. കോൺക്രീറ്റ് പോലെ ഉറച്ചത് അവരുടെ ഈ ഒരു സ്നേഹം. അതൊക്കെ മാറും. നല്ല ബുദ്ധിപരമായിട്ട് നീ ചിന്തിച്ച് നോക്കി പ്രവർത്തിച്ചാൽ മതി. 3 എണ്ണത്തിനെ അടിച്ച് പിരിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കണം, എന്നാലേ നമുക്ക് ഇനി നിലനിൽപ്പുള്ളൂ എന്ന് വിചാരിക്കാം കേട്ടോ. അങ്ങനെ സുകന്യയുടെ മനസ്സിൽ രാജശ്രീ ആവശ്യത്തിൽ കൂടുതലെല്ലാം കുത്തി നിറച്ചിട്ടുണ്ട്. ബാലനാണെങ്കിൽ കടയിൽ വന്നിട്ട് രാമേട്ടന് പതിവില്ലാത്ത പോലെ ശമ്പളമൊക്കെ എണ്ണി കൊടുക്കുമ്പോൾ രാമേട്ടന് ദേഷ്യം വരുവാണ്. ഇത്രയും കാലം ഞാൻ എൻ്റെ സ്വന്തം സ്ഥാപനം പോലെ നോക്കിയെടുത്തത്, നീ ഇപ്പോൾ ശമ്പളക്കാരനാക്കിയോ എന്നെ? ഞാൻ ഇവിടുത്തെ കൂലിക്കാരനാണോ? എനിക്കതിൻ്റെ ശമ്പളം തരുന്നോ? എന്തൊക്കെയാണ് നീ കാണിക്കുന്നതെന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുക കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഞാൻ വേറെ ഏതെങ്കിലും കടയിൽ പോയി നിന്നാൽ പോരെ, ഞാൻ ഇറങ്ങി പോവാമെന്നും പറയാം. പക്ഷേ നമ്മുടെ ബാലൻ അങ്ങനെ വീട്ടിൽ നടന്ന സത്യാവസ്ഥകളെല്ലാം രാമേട്ടനോട് തുറന്ന് പറയുന്നുണ്ട്. സുകന്യ ആൾ ശരിയല്ല, സുകന്യയുടെ ആ ഒരു രീതിയും പെരുമാറ്റവും ഒക്കെ ഒരു വല്ലാത്ത സ്വഭാവമാണ്, കുടുംബം തകർക്കാൻ വേണ്ടി വന്നവൾ തന്നെയാണെന്ന് ബാലൻ പറയുകയാണ്. അപ്പോൾ തന്നെ രാമേട്ടൻ പറഞ്ഞിട്ട്, ഓ അതുകൊണ്ടാണോ ഈ ദേഷ്യമൊക്കെ നീ എന്നോട് കാണിച്ചത്? എനിക്ക് ആരോടെങ്കിലും ഒന്ന് തുറന്നു പറയണ്ടേ? മനസ്സിലാകെ സങ്കടം, ഞാൻ വിചാരിക്കുന്ന കാര്യങ്ങൾ ഒന്നും നടക്കുന്നില്ല. ഒരുപാട് ആഗ്രഹിച്ച ആനന്ദിൻ്റെ കല്യാണം നടത്താൻ നോക്കി, ഉദയഭാനു ആണെങ്കിൽ ഇങ്ങനെയായി. ആകാശാണെങ്കിൽ വേറൊരു തരം. ധർമ്മൻ്റെ വിവാഹം നടത്താൻ വലിയ ആഗ്രഹമായിരുന്നു, അതിപ്പോൾ എന്തായി എനിക്കറിയില്ല. അങ്ങനെ നമ്മുടെ രാമേട്ട സമാധാനിപ്പിക്കുന്നുണ്ട്. സമാധാനമായിട്ടിരിക്കുക, നിനക്ക് വിഷമം വരുമ്പോൾ നീ എൻ്റെ ജീവിതത്തെക്കുറിച്ച് ഓർത്ത് നോക്കുക, അപ്പോൾ അതൊക്കെ മാറിക്കോളും. നിന്നെക്കാൾ ഇത്രയും ബുദ്ധിമുട്ടും കഷ്ടപ്പാടും അനുഭവിക്കുന്നവന് ഞാൻ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. പിന്നെയാണെങ്കിൽ നമ്മൾ മീനാക്ഷിയും അതുപോലെ ആകാശമൊക്കെ ആയിട്ട് നല്ല സ്നേഹത്തിലാവണം. കാരണം ആകാശം എങ്ങനെയെങ്കിലും ആ കടയുടെ ആ ഒരു പേപ്പർ ഒന്ന് സൈൻ ചെയ്ത് വാങ്ങണം മീനാക്ഷിയുടെ കയ്യിൽ നിന്ന്. അതിനുവേണ്ടി പഠിച്ച പണി 18 നോക്കുന്നുണ്ട്, പലതരത്തിൽ മീനാക്ഷിയെ വശീകരിച്ച് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടും. അതും കഴിഞ്ഞിട്ട് നമ്മുടെ ആനന്ദ് വീട്ടിൽ വരുമ്പോൾ ദേവിയോട് അധികം സംസാരമില്ല, ദേവി എന്തെങ്കിലും ചോദിച്ചാൽ മിണ്ടാട്ടോ ഇല്ല, ഒക്കെ ദേഷ്യമാണ്. ഇത് നമ്മുടെ ഗോമതി ശ്രദ്ധിക്കുകയാണ്. ഗോമതിയാണെങ്കിൽ തുറന്ന് ചോദിക്കുകയാണ്. ശരിക്കും വഴക്ക് കിട്ടുന്നതും ഒക്കെ ആനന്ദിന് തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് ദേവിയോട് ചോദിക്കുന്നുണ്ട്, എൻ്റെ സ്വന്തം മോളല്ലേ നീ, അങ്ങനെ തന്നെ ഞാൻ കണ്ടിട്ടുള്ളത്, അതുകൊണ്ട് ഞാൻ സ്വാതന്ത്ര്യത്തോടെ ചോദിക്കാം, നീ ആനന്ദും തമ്മിൽ എന്തെങ്കിലും പിണക്കോ ദേഷ്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും സംസാരമോ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കാനുണ്ടോ? ദേവി ആകെ പെട്ടുപോയി. ഞാൻ എന്തെങ്കിലും തുറന്നു പറയണോ അമ്മയോട്? ഞാൻ എന്താ ഇനിയും കള്ളത്തരം പറയണോ എന്നൊക്കെ ആലോചിച്ചൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. പ്രൊമോയിൽ കാണിക്കുക. ഡീറ്റെയിൽഡ് എപ്പിസോഡ് വേണ്ടി വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.